ചെയ്യുമാറാകട്ടെ. ഖദറിൻ്റെ രാത്രിയെ പ്രതീക്ഷിക്കുന്ന വേളയിൽ ഞാൻ എന്താണ് എൻ്റെ റബ്ബിനോട് ചോദിക്കേണ്ടത് എന്ന ചോദ്യം മഹദിയായ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ മുത്തമുസ്തഫയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇങ്ങനെ അധികരിപ്പിച്ചോളൂ, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നക അഫുവ്വുൻ, നീ ഏറ്റവും കൂടുതൽ വിട്ടുപുറത്തു മാപ്പാക്കുന്നവനാണ്. ഇന്നക അഫുവൻ എന്നല്ല, പലരും തെറ്റിയാണ് പറയാറുള്ളത്. ഇന്നക അഫുവൻ എന്നല്ല, ഇന്നക അഫുവ്വുൻ. ഫാഇന് ലമ്മ്, വാവിന് ശദ്ദും ഡബിൾ ലമ്മും. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ, അല്ലാഹുവേ, നീ ധാരാളമായി വിട്ടുവീഴ്ചയും മാപ്പും നൽകുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, അഫുവിനെ, വിട്ടുവീഴ്ചയെ നീ ഇഷ്ടപ്പെടുന്നു. അവിടെ അഫുവ് എന്നാണ്. തുഹിബ്ബുൽ അഫ്വ, അഫുവിനെ നീ ഇഷ്ടപ്പെടുന്നു. ഫഅഫു അന്നി, എനിക്ക് നീ എന്നോട് നീ മാപ്പാക്കണം, എന്നോട് പൊറുക്കണം, എൻ്റെ പാപങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം. നിരന്തരമായ എത്രത്തോളം അത് അധികരിപ്പിക്കുവാൻ സാധിക്കുമോ മഗ്ഫിറത്ത് ലഭിക്കാതെ ഈ മാസത്തിൽ നിന്ന് നമ്മൾ കഴിഞ്ഞു കടന്നു പോകരുത്. തൗബ, തൗബ എന്താണ്? ആരെങ്കിലും പറയുന്ന വാചകങ്ങൾ ഏറ്റുപറയലല്ല. അവനവന്റെ മനസ്സ് അത് പൊട്ടിക്കരഞ്ഞ റഹ്മാനായ റബ്ബിനോട് ഒറ്റക്കിരിക്കെ. റജുലുൻ ദക്കറല്ലാഹ ഖാലിയ ഫഫാദത് ഐനാ, ഒരു മനുഷ്യനതാ ഒറ്റക്കൊഴിഞ്ഞിരിക്കുന്നു, അവനെ ആരും കാണുന്നില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല, ഒരു വേള അവൻ്റെ കുടുംബം പോലും അറിയുന്നില്ല. അവൻ ഒറ്റക്കൊഴിഞ്ഞിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബിനെ ഓർക്കുകയാണ്, തൻ്റെ പാപങ്ങൾ ഓർത്തു. എത്രയാണ് റബ്ബെ, അറിയുന്നതും അറിയാത്തതും ചെറുതും വലുതുമായ എന്തൊക്കെയാണ് കഴിഞ്ഞു കടന്നുപോയത്, അത് മനസ്സിൽ കൊണ്ടുവരിക. ഓർക്കുന്നതും അറിയുന്നതും അറിയാത്തതും ഒക്കെ ഉണ്ടാകും, പലതുമുണ്ടാകും. വൻ പാപങ്ങൾ ഓർത്ത് അത് എണ്ണി പറയണം അള്ളാഹുവിനോട് കൃത്യമായി. ഇനി റബ്ബേ, ആ പാപങ്ങളെക്കുറിച്ചുള്ള അഗാധമായ ഖേദം എനിക്കുണ്ടെന്ന് എൻ്റെ റബ്ബിന് മനസ്സിലാകണം. അതാണ് കഴിഞ്ഞുപോയ പാപങ്ങളെക്കുറിച്ചുള്ള അഗാധമായ ഖേദം. അത് നാവുകൊണ്ട് രേഖപ്പെടുത്തുന്ന ഖേദമല്ല, എൻ്റെ ഖൽബ് റബ്ബിനറിയണം, അത് റബ്ബിനറിയാം. ഇനി ഒരിക്കലും അത്തരം ഒരു പാപത്തിലേക്ക് പോകില്ല എന്ന ദൃഢനിശ്ചയമുണ്ടാകണം. അതാ തൗബ. അല്ലാതെ അവസരം കിട്ടിയാൽ, റമദാൻ കഴിഞ്ഞാൽ, ശവ്വാൽ പിറ കണ്ടാൽ ഇനി എനിക്ക് തോന്നിയതുപോലെയൊക്കെ ജീവിക്കാം, ഇപ്പൊ ഇതെല്ലാവരും ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു മാസമാണെന്നാണോ ചിന്തിക്കുന്നത്? വൃഥാവിലാണ് ആ തൗബ. ഞാൻ പോകുന്ന ജീവിതത്തിൽ ഇനി അങ്ങനെ ഉണ്ടാവില്ല റബ്ബേ, ഇനി മുതൽക്ക് എൻ്റെ ജീവിതം ശുദ്ധമായിരിക്കും അല്ലാഹ് എന്ന കൃത്യമായ നിലക്ക് റഹ്മാനായ റബ്ബിനോട് അസ്തഗ്ഫിറുല്ലാഹ്, പുറത്തു തരണേ, അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. നിരവധി അനവധി വാചകങ്ങളുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹൽ അളീം അൽ ഹയ്യുൽ ഖയ്യൂം ലാ വഅതൂബു ഇലൈഹി. ധാരാളം സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഉണ്ട്. എനിക്ക് പറയാൻ ഇവിടെ സമയങ്ങൾ ഇല്ലല്ലോ. സഹോദരങ്ങളെ, ആലോചിക്കുക, വളരെ ഗൗരവത്തോടെ ആലോചിക്കുക.